ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് 10ാം ക്ലാസ് എത്തിയിട്ടും മാത്സ് നല്ല ടഫായിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള ട്രിക്കുകളിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പരീക്ഷ പാസ്സാവാം എന്നുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഈ ഫുൾ വീഡിയോ കാണണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് നേടാൻ സാധിക്കും. സുന്ദരമായി പാസ്സാവും. കുറച്ച് പാഠം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ പഠിക്കാം അതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ള പാഠങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് ടഫുള്ള ഇത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എളുപ്പമുള്ള നോക്കിയിട്ടാണ് ബീജഗണിത രൂപമൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നെ 2ാം കൃതി സമവാക്യം എന്ന് പറഞ്ഞ പാഠമൊക്കെ വെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടഫ് ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ത്രികോണമിതിയൊക്കെ നമുക്ക് അത്യാവശ്യം സിമ്പിളാണ്. സൂചക സംഖ്യകളും സിമ്പിളാണ്. തൊടുവരകൾ പിന്നെ വരയ്ക്കാനുള്ള പാഠമായതുകൊണ്ട് ആണ്. പിന്നെ 13ാമത്തെ ചാപ്റ്ററും സിമ്പിളാട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് പാടേ കുറച്ച് ടഫുള്ളൂ. അതൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കാം. ഇത് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കുറേയൊക്കെ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഉള്ളതാണ് കുറച്ച് ന്യൂസ് പ്രിൻറ്റിൽ കണക്കുകളും ഇക്വേഷൻസും ചെയ്തതും ഒക്കെ എഴുതി വെച്ചതാണ്. പിന്നെ ഞാൻ 2 ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്കാണ് കേട്ടോ. നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി മാത്സ് ടഫാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇത് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റിൽ ഇടണം. ഇതിൻ്റെ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുക. ഇതിൻ്റെ ഉത്തരം ഈ പേപ്പറിൽ തന്നെ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. കുറേ പേപ്പറിൽ എഴുതാത്തയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഇത് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം, ചെയ്ത് പഠിക്കണം. പിന്നെ ഇതൊക്കെ കുറച്ച് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മനസ്സിലാകും. നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു റിസൾട്ട് കിട്ടും. പാസ്സാവുക എന്നതിലുപരി നല്ലൊരു സ്കോർ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു സബ്സ്ക്രൈബ് അല്ലേ ഗൈസ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാവട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഗൈസ്. പിന്നെ ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും പാടുള്ളതോ കണക്കിൽ ഉത്തരം കിട്ടാത്തതോ ആയ കാര്യങ്ങൾ ഞാൻ കമൻറ്റിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ.